ഹലോ ഗൈസ്, വെൽക്കം ടു ആപ്പോ വൈബ്സ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴും എല്ലാ ദിവസവും പോലെ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയും കണി കണ്ടുണർന്നപ്പോഴാണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ടല്ലോ എന്നോർത്തു. അതെ, ഇന്ന് കാർഗിൽ ഡേ ആണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ 26ാം വാർഷികം. അന്ന് രക്തസാക്ഷികളായ ഇന്ത്യൻ സൈനികരെ ഓർക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കാണാം. നിങ്ങൾ ഓർക്കും ഇതിപ്പോഴും വെള്ളമാണോ എന്ന്. അതെ, ഇത് കുട്ടനാടല്ലേ, ഇവിടെ ഇങ്ങനെയാണ്. ഈ വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 4ാമത്തെ വെള്ളം വരവാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ സർവ്വസാധാരണമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്തൊക്കെ പോകുന്നു. വെള്ളവും കാറ്റും മഴയും കാരണം ഇവിടെ 2 ദിവസമായിട്ട് കറണ്ട് പോലും ഇല്ല. മെഴുകുതിരിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ജീവിച്ചു പോകുന്നു. അതിന്റെ വെട്ടത്തിരുന്നാണ് നമ്മൾ 2 ദിവസവും നേരം വെളുപ്പിച്ചത്. അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ച് നടന്നപ്പോഴാണ് അവിടെ അടുത്തൊരു കൂറ്റൻ മരം വീണ് കിടപ്പുണ്ടെന്ന് പറഞ്ഞ്. ആ മരം കാരണമാണ് നമ്മുടെ ലൈനെല്ലാം പൊട്ടിപ്പോകാനും കാരണം. എന്നാൽ മരം കാണാൻ പോകാന്ന് വെച്ച് അങ്ങനെ നമ്മൾ മരം കാണാൻ യാത്രയായി. ഇതാണ് ആ കൂറ്റൻ മരം. ആ മരത്തിന്റെ വേര് തന്നെ കണ്ടോ, എന്ത് നീളമാ ആ മരത്തിനെന്നറിയാമോ? ഭയങ്കര വണ്ണവും. എന്ത് വലിയ മരമാ അത്. ഇവനാണ് നമ്മുടെ ലയങ്കാവി പൊട്ടിച്ച വിദ്വാൻ. കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു കൂറ്റൻ തിമിംഗലം ഇര വിഴുങ്ങി കിടക്കുന്ന പോലെയുണ്ട്. അങ്ങനെ അത് നോക്കി നിന്നപ്പോഴാണ് അവിടെ ആ തോണി കിടക്കുന്നുണ്ട്. ഈ തോണി കയറിയിട്ടാണ് കണ്ടത്തിന് നടുക്ക് വീട്ടൊക്കെ ഉള്ളവർ പോകുന്നത് വീട്ടിലോട്ട്. ഈ മരത്തിന്റെ ശിഖരം കാരണം പക്ഷേ കണ്ടുപോലും കാണത്തില്ല. അതുപോലെയാണ് മരത്തിന്റെ ശിഖരം കിടക്കുന്നത്. എങ്കിലും ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നുഴഞ്ഞു കയറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങാൻ നോക്കാം. ഇങ്ങനെയല്ലേ ഇതിൽ കൂടെ ഒന്ന് കയറണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 2 മക്കളും മുന്നോട്ട് നീക്കി കയറി. മരത്തിൻ്റെ അടിയിൽ കൂടെ കയറി നമ്മൾ വെളി വന്നു ഗൈസ്. അതെന്ന് ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും അത് പേടിച്ച് നിൽക്കുമായിരുന്നു മരത്തിന് അടിയിൽ കൂടെ കയറി. നമ്മളാരാ മോള്. അങ്ങനെ അവിടെ കിടന്ന് ഒരു കുടംപുളിയും കിട്ടിയായിരുന്നു. നമ്മൾ ആ കുടംപുളി എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് ഈ അരിയും കഴിക്കാം കേട്ടോ. ഈ അരി കഴിച്ചിട്ടുള്ളവർ ലൈക്ക് ഇരിക്കണേ. നമ്മൾ കുടംപുളി ഉണക്കുന്നുണ്ട്, അപ്പോൾ അത് ഉണക്കാനായിട്ട് കൊണ്ടുവച്ച് നേരത്തെ പെറുക്കി വെച്ചതും അതുകൂടെ പൊട്ടിക്കുക. അത് പൊട്ടിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ അങ്ങനെ ഉണക്കാനൊക്കെ വെച്ച് അതപ്പോൾ അവിടെ നിന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതും കുറച്ച് കിടപ്പുണ്ട്. എൻ്റെ മീനെയും കൊണ്ട് വന്നിരിക്കുന്ന കുഞ്ഞിനെയും കണ്ട് മീനിപ്പോൾ ചാടിപ്പോകുന്ന രീതിയിൽ മീൻ കിടന്ന് പടയ്ക്കുകയാണ്. അതിനെ എടുത്ത് ചട്ടിയിലാക്കി ഞങ്ങൾ നേരെ നടന്നത് തോട്ടിലെ പോള വാരുന്നവർ ഇടയ്ക്കോട്ടാണ്. പോളയെല്ലാം വാരി തോട് വൃത്തിയാക്കുക. എങ്കിൽ ഞാനും ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോള കൂടില്ലേ, ഞാൻ സഹായിച്ചേക്കാന്ന് വെച്ചു. ഞാനും പോയി 2-3 കമ്പൊക്കെ എടുത്ത് സൈഡിലോട്ടെല്ലാം ഒതുക്കി വെച്ചു. ഞാനും കുഞ്ഞിനൂടെ ഇറങ്ങി. നമുക്ക് കുളിക്കാനുള്ള തോടൂടെ അല്ലേ, അപ്പം നമ്മൾ വൃത്തിയാക്കിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് തോടങ്ങ് വൃത്തിയാക്കിയെന്നല്ല, വൃത്തിയാക്കി നിങ്ങൾ കണ്ടില്ല, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പോള, ഇതാണ് നമ്മുടെ ഭാഗത്തുള്ള പോള. ഇവനെയും തള്ളി മാറ്റണം. അതിന് ഞാൻ വലിയ പത്തക്കോലൊക്കെ എടുത്തിട്ട് വന്ന് തള്ളുവാണ്. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല, ഒരടി പോലും നീങ്ങിയില്ല. സ്വാഭാവികമല്ലേ. അങ്ങനെ താണ്ട് കുഞ്ഞിന്റെ പാട് കണ്ടില്ലേ, പോളയെല്ലാം പൊക്കിയെടുത്ത് എറിയുവാണ്. ഞാൻ ഇവിടെ ചെറുതൊന്നും വലുതൊന്നുമില്ല, ആർക്കും വേണം വന്ന് ജോലി ചെയ്യാം, ഫ്രീ. നിങ്ങൾക്ക് വന്ന് ജോലി വേണം, വന്നോളൂ. അങ്ങനെ പോളവാരും എല്ലാം കഴിഞ്ഞ് നമുക്ക് കുളിക്കാൻ പോവാന്ന് വിചാരിച്ച് കുളിക്കാൻ നമ്മൾ പോവാണ്. കുളിക്കാനായിട്ട് നീന്തി പോകണം. എങ്കിൽ നിങ്ങൾ വിചാരിക്കും വീടിൻ്റെ മുറ്റത്തിരുന്ന് കുളിച്ചാൽ പോരായിരുന്നു. വീടിൻ്റെ മുറ്റത്തിരുന്ന് കുളിക്കുന്നതിനെക്കാട്ട് രസം നമ്മൾ പതച്ച് പോയി കുളിക്കുന്നതാണ്. പോളയെല്ലാം മാറിയപ്പം കണ്ടില്ലേ, തോട് നല്ല ക്ലീൻ അടിപൊളിയായി. ഈ തോട്ടിലിറങ്ങി കുളിക്കാനാണ് ഭയങ്കര രസം. നീന്തി തിമിർത്ത് കുളിക്കാം. പോള കിടന്നാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പാണ് അടിപൊളിയായത്. ഇളനീര് വെളുത്ത വെള്ളവും നല്ല ഒഴുക്കും. ഇറങ്ങി മുങ്ങി കുളിക്കുന്നത് വേറെ തന്നെ. ഒരു ബാത്റൂമിനും കുളിച്ച് ഈ സുഖം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നീന്താൻ പോവുകയാണ്. അതിസാഹസികമായ നീന്തലാണ്. ആരും പേടിക്കരുത്. നീന്തൽ അറിയാത്ത ആരും ഇത് കണ്ട് എടുത്ത് ചാടരുത്. എൻ്റെ ചാട്ടം കണ്ടപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ച് കാണും പട്ടി എല്ലാം കഷ്ണം കണ്ട രീതിക്ക് എടുത്ത് ചാടുന്നു. അതെ, കുറേ ദിവസമായിട്ട് പോളയെല്ലാം കിടന്നുകൊണ്ട് നമുക്കൊന്ന് ശരിക്കും നീന്താൻ പോലും പറ്റിയില്ല. അതല്ലേ ഇപ്പം അങ്ങ് നീന്തി തീർത്തു. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. കുളിയൊക്കെ കഴിഞ്ഞു നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ഓക്കെ, ബൈ.